ട്രംപും വ്ളോദിമർ സെലൻസ്കിയും തമ്മിലുള്ള ചർച്ചയ്ക്കിടെ വെല്ലുവിളിയും വാക്പോരും. ഇരുവരും അടിച്ചുപിരിഞ്ഞു, ഇറങ്ങിപ്പോയി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുക്രൈന്റെ വ്ളോദിമർ സെലൻസ്കിയും തമ്മിലുള്ള ചർച്ചയ്ക്കിടെ വാക്പോരും വെല്ലുവിളിയും. ഇതോടെ അമേരിക്കയ്ക്ക് ധാതു വിഭവങ്ങളുടെ അവകാശം കൈമാറുന്ന കരാറിൽ ഒപ്പിടാതെ സെലൻസ്കി ഇറങ്ങിപ്പോയി. വൈറ്റ് ഹൌസിൽ നടന്ന ചർച്ചയ്ക്കിടെയാണ് വാക്പോരുണ്ടായത്. ചർച്ചയ്ക്കിടെ പുടിൻ യുദ്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ട്രംപ് പറഞ്ഞു. പുടിൻ വിശ്വസിക്കാവുന്ന വ്യക്തിയല്ലെന്നും കൊലയാളികളോട് വിട്ടുവീഴ്ച പാടില്ല എന്നുമായിരുന്നു ഇതിനോടുള്ള സെലൻസ്കിയുടെ മറുപടി. യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ ഉറപ്പുകൾ ലഭിക്കണമെന്നും സെലൻസ്കി പറഞ്ഞു. ഇത് ട്രംപിന് ഇഷ്ടമായില്ല. മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് കടക്കാനാണ് സെലൻസ്കി ശ്രമിക്കുന്നതെന്നും ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ വെച്ചാണ് അദ്ദേഹം ചൂതാട്ടം കളിക്കുന്നതെന്നും ട്രംപ് ആരോപിച്ചു. ഇത് തന്റെ രാജ്യത്തോട് കാണിക്കുന്ന അനാദരവാണെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം പുടിനോടുള്ള മൃദുലമായ സമീപനത്തിൽ ട്രംപിനെ സെലൻസ്കി പരസ്യമായി വെല്ലുവിളിക്കുകയും ചെയ്തു. US ചെയ്ത സഹായങ്ങൾക്ക് നന്ദി വേണമെന്ന് സെലൻസ്കിയോട് ട്രംപ് പറഞ്ഞു. ധാതു കരാറിൽ ഒപ്പിടണമെന്നായിരുന്നു ട്രംപ് സൂചിപ്പിച്ചത്. എന്നാൽ ഇതിന് അമേരിക്കൻ ജനതയോട് താൻ നിരവധി തവണ നന്ദി പറഞ്ഞിട്ടുണ്ടെന്നായിരുന്നു സെലൻസ്കിയുടെ മറുപടി. ഇരുവരും തമ്മിലുള്ള വാക്പോര് രൂക്ഷമായതോടെ ചർച്ച പാതിയിൽ അവസാനിപ്പിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെ യുക്രൈൻ US-നെ അപമാനിച്ചുവെന്ന് ഡൊണാൾഡ് ട്രംപ് സമൂഹ മാധ്യമങ്ങളിൽ ആരോപിച്ചു. സമാധാനത്തിന് തയ്യാറുള്ളപ്പോൾ സെലൻസ്കിക്ക് തിരിച്ചുവരാമെന്നും ട്രംപ് പറഞ്ഞു.